ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, നൈറ്റ് സ്റ്റഡി വ്ളോഗാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഗവേണൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കെമിസ്ട്രി അവിടെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന്. അതുപോലെ തന്നെ നമ്മളത് അവിടെ പകുതി വെച്ചിട്ട് സ്റ്റക്കാക്കി വെച്ചിട്ട് പിന്നെ പുതിയ സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസമുള്ള ഒരു മന്ത്ലി ടാർഗറ്റ് എന്ന് പറയുന്നത് കേരള ഗവേണൻസും ഇമ്പോർട്ടൻ്റ് ആക്ട്സും പിന്നെ കെമിസ്ട്രിയും അതുപോലെ കേരള ഹിസ്റ്ററിയും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പം മൂന്നാമത്തെ സബ്ജക്റ്റ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേരള ഗവേണൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കെമിസ്ട്രി ആണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും കംപ്ലീറ്റ് ആവാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ പകുതി വെച്ചിട്ട് അവിടെ നിർത്തിയത്. അപ്പോൾ ഞാൻ ഏത് ക്ലാസ്സാണ് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് കാണുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻട്രിയിലെ ക്ലാസ്സുകളാണ് കേട്ടോ കാണുന്നത്. അപ്പം എൻട്രിയിൽ ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ ഉണ്ട്, ഒരുപാട് സാർമാരുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സാറിൻ്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതിൽ കെമിസ്ട്രിയുടെ ക്ലാസ്സുകളൊന്നും അങ്ങനെ അവർ അപ്ലോഡ് ചെയ്യുന്നില്ല. വേറെ ഏതെല്ലോ സബ്ജക്റ്റ് ആണ് ഇടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫി, ഇംഗ്ലീഷ്, അങ്ങനത്തെ വേറെ ഏതൊക്കെയോ സബ്ജക്ട്സാണ് അവരിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതൊന്നും കാണാറില്ല. അപ്പോൾ ഈ കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ എന്തായാലും കാണാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ ഉണ്ണി സാറിൻ്റെ ക്ലാസ്സുകളാണ് കേട്ടോ ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, യൂട്യൂബിലൊക്കെ സാറിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. ഉണ്ണിക്കുട്ടൻ അങ്ങനെ എന്തോ ആണ് പേര്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകൾ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിലും കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സുജയ് സാറിൻ്റെ ക്ലാസ്സൊന്നും എൻട്രിയിൽ വരുന്നതേ ഇല്ല, വളരെ ചുരുക്കമാണ്. ആ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ എന്തായാലും ഗോൾഡ് ബാച്ചാണ്. അപ്പോൾ ഞാൻ ഗോൾഡ് ബാച്ചൊന്നും അല്ല എടുത്തിട്ടുള്ളത്, സാധാ ഒരു ജനറൽ ബാച്ചാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ കേരള ഗവേണൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് ഒരു 3 ദിവസമായി. അപ്പം ഈ കഴിഞ്ഞ 10th മെയിൻസ്, അതായത് VFA, ബെവ്കോ എന്നൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ റാങ്ക് ഫയൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റാങ്ക് ഫയലിൽ ഈ സബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റായിരുന്നു. എനിക്കതിൻ്റെ സോഴ്സ് ഇല്ലാത്ത കാരണം കൊണ്ട് എന്താ പഠിക്കേണ്ടത് ഒന്നും അറിയാത്ത കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് യൂട്യൂബിൽ നോക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ക്ലാസ്സൊന്നും അല്ല, ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ വീഡിയോസും, ഒരു 4-5 വീഡിയോ വന്നിട്ടുണ്ട്. ഓരോ 4-5 വീഡിയോസും കണ്ട് അതിൻ്റെ എല്ലാ നോട്ട്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂട്യൂബ് നോട്ട്സ് നോക്കി പഠിച്ചിട്ടായിരുന്നു കഴിഞ്ഞ 10th മെയിൻസ് എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ എനിക്ക് വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഔട്ട് ഓഫ് സിലബസ് ആയിട്ടൊന്നും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം കേരള ഗവേണൻസിൽ നിന്ന് ഉള്ള ഡീപ്പ് ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കേരള ഗവേണൻസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷകൾ, CPO, ഫയർമാനും ഫയർ വുമൺ, അതുപോലെ സെക്രട്ടറി ടോയ എന്ന് പറഞ്ഞ പരീക്ഷകൾക്കൊക്കെ ഈ സബ്ജക്റ്റിൽ നിന്ന് നല്ല ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഇത് ഭയങ്കര ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ട് പഠിച്ചത്. പക്ഷേ അതെനിക്ക് യൂസ്ഫുൾ ആയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇനി വരുന്ന എക്സാമിന് എങ്ങനെയാണെന്ന് അറിയില്ല, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നന്നായിട്ട് ഡീപ്പായിട്ട് PSC ചോദിക്കും. അത് ഏത് സബ്ജക്റ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ LDക്ക് ചോദിച്ചത്, ഡീപ്പായിട്ട് ചോദിച്ചത് കെമിസ്ട്രി, ഫിസിക്സ്, അങ്ങനെ എന്തെല്ലോ ആയിരുന്നു. അങ്ങനെ ഓരോ സബ്ജക്റ്റും ഓരോ പരീക്ഷകൾക്കും ഡീപ്പായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം LDCക്ക് എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എന്തായാലും കേരള ഗവേണൻസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്, കാരണം LSTS അതിനും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ LSTSൽ ഡിഗ്രി മെയിൻസിൻ്റെ സിലബസിൽ 10 മാർക്കിനാണ് കേരള ഗവേണൻസ് വരുന്നത്. പക്ഷെ ഞാനിപ്പം അതൊന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നില്ല. ഡിഗ്രി മെയിൻസിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളൊന്നും ഇപ്പോൾ നോക്കുന്നില്ല. LDC മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ LSTSൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മന്തിൽ വരുന്നൊക്കെ ഞാൻ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം തന്നെ അതിൻ്റെ എക്സാം ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പം അതിന് രണ്ടിനും കൂടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റാങ്ക് ഫയൽ, ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ വായിക്കുന്നത്. പക്ഷേ എനിക്കിത് അത്ര വർക്കാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ കണ്ടൻസ് ഉണ്ട്, ഇതെല്ലാം കണ്ടൻസ് കുത്തി നിറച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ നോട്ട്സ് വെച്ചിട്ട് തന്നെയാണ് പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ പോയിൻറ്റ്സ് വല്ലതും റാങ്ക് ഫയലുണ്ടോ എന്ന് അരിച്ച് പെറുക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട്സ് ആക്കിയിട്ട് എന്തായാലും എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നോട്ട്സ് എഴുതി തന്നെ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 പേജോളം നോട്ട്സ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ കൈ മൊത്തം അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. നല്ല പെയിൻ ഉണ്ട്, മസിൽ പെയിനാണ്. അപ്പം അത് കാരണം കൊണ്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ വായിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കൈ നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ നോട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അതിൽ 10 പേജ് എന്ന് പറയുമ്പം ഞാനിങ്ങനെ 2 സൈഡ് മടക്കി എഴുതുന്ന കാരണം കൊണ്ട് ഏകദേശം ഒരു 20 പേജോളം ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്.
എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും റാങ്ക് ഫയൽ വായിക്കുന്നില്ല എന്ന് തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം ഇതിൽ ഫുൾ എസ്സേ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത്രയും ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ ഈ ഒരു എക്സാം ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് യൂസ്ഫുൾ ആവും. അതുപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ എക്സാമിന് വേണ്ട പോയിൻറ്റ്സ് അപൂർവമായിട്ട് കിടക്കുന്നുള്ളൂ. ഒരു 10 പേജ് എടുത്തിട്ട് പറഞ്ഞാൽ അതിൽ എവിടെയെങ്കിലും 1-2 പോയിൻറ്റ്സ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവർ ഈ ഒരു കേരള ഗവർണൻസിൽ ഞാൻ ഈ റാങ്ക് ഫയൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇതൊരു എസ്സേ പോലെയാണ് നമുക്ക് ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആവും. പക്ഷെ നമ്മുടെ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പാണല്ലോ, അപ്പോൾ അതിന് പറ്റിയ പോയിൻറ്റ്സ് ഒന്നും ഇതിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇപ്പോൾ നോട്ട്സ് എഴുതുന്നുണ്ട്. ഓൾറെഡി എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ട്. കുറച്ചും കൂടെ അതിനെ നന്നായിട്ട് എഴുതണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ വല്ല എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ എൻട്രിയിലും കുറച്ച് നോട്ട്സ് ഉണ്ട്. കുറച്ച് ക്ലാസ്സുകൾ അവർ കേരള ഗവർണൻസിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളാക്കിയിട്ടില്ല കേട്ടോ അവരതിലും. അപ്പോൾ അതുപോലെ തന്നെ ചലഞ്ചർ ആപ്പിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ കമ്പൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പെർഫെക്റ്റ് നോട്ടാണ് ഞാനിപ്പോൾ എഴുതണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ പെയ്ഡ് ആപ്പുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പക്ഷേ ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ നോക്കുന്നില്ല കേട്ടോ. കാരണം യൂട്യൂബിൽ ഓൾമോസ്റ്റ് ക്ലാസ്സുകൾ ഞാൻ അരിച്ച് പെറുക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അതിൽ നോക്കാനൊന്നും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ടോപ്പിക്ക് കവർ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അതിൻ്റെ നോട്ട്സ് എഴുതുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നോട്ട്സ് ഞാൻ നോക്കുന്നുണ്ട്. ഈ റാങ്ക് ഫയലിലുള്ളത് എഴുതുന്നുണ്ട്. പിന്നെ ഇതുവരെ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോണിലും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. എൻട്രിയിലും കുറച്ച് ക്ലാസ്സുകളുണ്ട്, ചലഞ്ചർ ആപ്പിലും കുറച്ച് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട്സ് അവരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാനിപ്പോൾ എഴുതുന്നത് തണ്ണീർത്തട സംരക്ഷണം, അങ്ങനെ എന്തോ ഒരു തണ്ണീർത്തട സംരക്ഷണമാണ്. അതിൻ്റെ ക്ലാസ്സുകളൊന്നും അവരെടുത്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ നോക്കുന്നില്ല. ഞാൻ റാങ്ക് ഫയൽ മാത്രം നോക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പം നമ്മൾ ഈ നോട്ട്സ് എഴുതുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന് നല്ലൊരു വശമുണ്ട്. അതുപോലെ തന്നെ നമുക്കതിന് നെഗറ്റീവ് സൈഡുണ്ട്. നമ്മുടെ സമയം ഒരുപാട് പോകും. പിന്നെ നമ്മൾ പല സോഴ്സൊന്നും തപ്പിയിട്ട് എഴുതുന്ന കാരണം കൊണ്ട് നമുക്ക് നല്ല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ നോട്ട്സ് എഴുതുന്നത്. എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഈ നോട്ട്സ് ഇപ്പോൾ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 10-20 പേജ് ചിലപ്പോൾ അതിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ റാങ്ക് ഫയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 പേജെങ്കിലും നമ്മൾ മറിച്ച് നമ്മുടെ സമയം വെറുതെ പോകും. നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. അതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും എഴുതി വെക്കണം എന്ന് തോന്നിയിട്ടുണ്ട് പറഞ്ഞാൽ അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു ഓർഡറിലായിരിക്കില്ല അവർ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ റാങ്ക് ഫയലിൽ ഇല്ല. അതാണ് മറ്റൊരു പ്രശ്നം. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഈ റാങ്ക് ഫയൽ മാത്രം പഠിക്കുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. ഈ റാങ്ക് ഫയലിൽ അത് മാത്രം നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു എക്സാം പാസ്സാവാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാനിപ്പോൾ. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ മാക്സിമം കിട്ടുന്ന അവിടെ നിന്നൊക്കെ പരമാവധി പോയിൻറ്റ്സ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ മാക്സിമം എല്ലാവിടെ നിന്നും കണ്ടെത്തിയിട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കണം. നമ്മളായിട്ട് ഇപ്പോൾ ഒരു ആപ്പിൽ നമ്മൾ കീഴിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അത് മാത്രം നമ്മൾ വിശ്വസിച്ചിട്ടിരിക്കാൻ പറ്റില്ല. ആപ്പുകൾ നോട്ട്സിൻ്റെ PDF എല്ലാം കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ അത് മാത്രമല്ല നോക്കുന്നത്. പല വീഡിയോയിലും നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ നോട്ട്സുകൾ അതുപോലെ സോഴ്സുകൾ കിട്ടാൻ നമുക്ക് ഒരു കുറവുമില്ല. നമുക്ക് എവിടെ നിന്നും എന്ത് വേണമെങ്കിലും കിട്ടും. നമ്മളത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ മാത്രം നമുക്ക് അറിയണം എന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വീഡിയോയിൽ ഫുൾ GK പോർഷൻസ് മാത്രം കാണിക്കുന്ന കാരണം കൊണ്ട് വേറെ ഒരു സബ്ജക്റ്റ് ഞാൻ പഠിക്കുന്നില്ല എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അതും പഠിക്കുന്നുണ്ട്. ഇത് പിന്നെ കൂടുതലും ഫോണിൽ നോക്കിയിട്ട് പഠിക്കുന്ന കാരണം കൊണ്ടാണ് പിന്നെ അതൊന്നും കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യലാണ് ചെയ്യാറുള്ളത്. ആദ്യം കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ ക്ലിയറായിട്ട് പഠിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് തന്നെയാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ മാത്സ്, മലയാളം എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം കോൺസെപ്റ്റുകളെല്ലാം നന്നായിട്ട് പഠിച്ചെടുക്കുക. പിന്നെ സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് പകരം മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതാണ് അങ്ങനെയാണ് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ളതൊക്കെ നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സബ്ജക്റ്റിലാണ് വീക്ക്, ഏത് ടോപ്പിക്കിലാണ് വീക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ആ ഒരു ടോപ്പിക്കിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പറ്റും കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പഠിക്കുന്നുള്ള ഏത് കാര്യങ്ങളും ഏതൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്, ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ബുക്സ് യൂസ് ചെയ്യുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറഞ്ഞാൽ നിങ്ങൾക്കത് ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാത്തത്. എന്നാലും കുറേ കമൻറ്റ് വരുന്ന കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഷോർട്ട് ആക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി യൂസ് ചെയ്യാറുണ്ട്, ചലഞ്ചർ ആപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ മുമ്പ് PSC ടോക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം ചാനലുകളും അതുപോലെ യൂട്യൂബും എല്ലാം നോക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാ ദിവസവും നോക്കുന്നു എന്നല്ല പറയുന്നത്. ഒരു ദിവസം ഏതെങ്കിലും ഒന്നെങ്കിലും നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും നോക്കാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഉണ്ടല്ലോ അപ്പോൾ അതും അങ്ങനെ ഏതെങ്കിലുമൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏതാ പ്രത്യേകിച്ച് നോക്കേണ്ടത് അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഒരു ദിവസം ഈ സബ്ജക്റ്റുകളിൽ നിന്നും കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാന്നുള്ള ഒരൊറ്റ എയിം മാത്രമേ ഉള്ളൂ.
ഒരു കണക്ഷൻ വിടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നോക്കാത്ത കാരണം കൊണ്ട് കുറച്ച് ചെറിയ രീതിയിലൊക്കെ കണക്ഷൻ വിട്ടിട്ടുണ്ട്. എന്നാലും ഒരുപാട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെ ഈ 3 സബ്ജക്റ്റുകൾ ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസെങ്കിലും ഒരു 10 ക്വസ്റ്റ്യൻസെങ്കിലും ഡെയിലി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് അതിനുവേണ്ടി നല്ലൊരു പുസ്തകം തന്നെ വേണമെന്നൊന്നുമില്ല. യൂട്യൂബിൽ നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്കിത് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കറണ്ട് അഫെയർസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും കറണ്ട് അഫെയർസ് മൊത്തത്തിൽ പെൻഡിങ് ആയിട്ട് കിടക്കും കേട്ടോ. ഡിസംബർ 1 മുതലുള്ള കറണ്ട് അഫെയർസാണ് എനിക്കിനി എഴുതിയെടുക്കാനുള്ളത്. ഞാൻ കറണ്ട് അഫെയർസ് എഴുതിയെടുക്കാറുണ്ട്. അത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് എൻ്റെ നോട്ട്സ് വെച്ചിട്ട് മാത്രമേ പഠിച്ചാൽ അത് നല്ലപോലെ ഇതാവുള്ളൂ. പിന്നെ എക്സാമിനോട് അടുക്കുന്ന സമയത്താണ് ഞാൻ കറണ്ട് അഫെയർസ് പഠിക്കാറുള്ളത്. അതുവരെ ഞാനിങ്ങനെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കും. എക്സാമിനോട് അടുക്കുന്ന ഒരു 2-3 മാസമൊക്കെ ആകുന്ന സമയത്ത് നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എക്സാമിനോട് അടുക്കുന്ന സമയത്ത് ഞാനൊരു കറണ്ട് അഫെയർസിൻ്റെ ബുക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഏതെങ്കിലുമൊക്കെ പബ്ലിക്കേഷൻ ആ ഒരു സമയത്ത് എക്സാമിനോട് അടുക്കുന്ന സമയത്ത് ബുക്ക് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതെന്തായാലും വാങ്ങിക്കും. എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ അതെന്തായാലും വാങ്ങിക്കാറുണ്ട്. പിന്നെ അത് നോക്കിയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് അങ്ങനെയാണ് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ട്രൈ ചെയ്തു എന്ന് വിചാരിച്ചാലും ഒരു ദിവസം എന്തെങ്കിലും ഒരു സാധനം പെൻഡിങ് വരാതിരിക്കില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. GK ഒക്കെ ഓക്കെയാണ്. പക്ഷേ കറണ്ട് അഫെയർസും അതുപോലെ SCRT പെൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമുക്ക് പെൻഡിങ് വരാതിരിക്കില്ല കേട്ടോ. അത് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറേ ഇല്ല. അത് കുറച്ച് സമയം നമുക്ക് പഠിക്കാൻ കിട്ടുന്നു. അത് കാരണം കൊണ്ടും കൂടി ആയിരിക്കും. എന്നാൽ പോലും നമുക്ക് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. പിന്നെ ഈ പെൻഡിങ് അത് പിറ്റേ ദിവസം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ഒന്ന് പെൻഡിങ് വരും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നോട്ട്സ് ഞാൻ എഴുതിയതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുമായിരിക്കും. ബൈ.